ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കിടിലൻ ടെക്നിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ഫീലിങ്സ്, ചിന്തകൾ, വികാരങ്ങൾ ഇതെല്ലാം നമ്മെ വളരെയധികം അസ്വസ്ഥരാക്കാറുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഫ്രീ ആകാൻ ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. അതിന് പല മാർഗങ്ങളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെറ്റ് ഗോ, ഇതൊന്ന് മൈൻഡ് ചെയ്യാതെ വിട്ടുകളയുക. അത് സാധാരണ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പറയും നമ്മുടെ ചിന്തകൾ ക്രമീകരിച്ച് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനൊക്കും. തോട്ട് പ്രോസസ്സ് ക്രമീകരിക്കലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ചിന്തകൾ നമ്മൾ പിടിച്ചാൽ അവിടെ നിൽക്കില്ല, അത് കാട് കയറിപ്പോവും. ഇനിയും വേറെ മാർഗങ്ങളുണ്ട്. നമുക്കിതൊക്കെ എക്സ്പ്രസ് ചെയ്ത് ഒരാശ്വാസം കണ്ടെത്താനൊക്കും. ഇപ്പോൾ ദേഷ്യമാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളോട് നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അപ്പോൾ തുറന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും കാര്യങ്ങൾ നിയന്ത്രണത്തിലാകണമെന്നില്ല, നമ്മൾ ഇമോഷണലാകും. ചിലപ്പോൾ നമ്മൾ സതുദ്ദേശത്തോട് തുടങ്ങിയ കാര്യം വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. പിന്നെ സങ്കടമൊക്കെ വരുമ്പോൾ അത് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ ഒരു ആശ്വാസം കിട്ടും. പക്ഷേ ഇതൊക്കെ കേട്ടിരിക്കാൻ ആളുകളെ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ടെക്നിക്ക് ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുക. നമ്മളിതെല്ലാം എഴുതി ഒന്ന് റിലീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ജേർണലിങ് എഴുതുക, ആരോടൊക്കെ നമുക്ക് നന്ദി തോന്നുന്നു. അപ്പോൾ ജേർണലിങ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുള്ള ഒന്നാണ്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ഇതൊരു തെറാപ്പിയും കൂടിയാണ്. അവർ ചിലപ്പോൾ എഴുതാൻ പറയും, വിഷമങ്ങൾ ഇങ്ങോട്ട് എഴുത്. റിസ്ക് ഇല്ലാതെ സ്വന്തമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഈ ടെക്നിക്ക്. ഏതെല്ലാം രീതികളാണ് ഇതിനുള്ളത്, എങ്ങനെയെല്ലാമാണ് ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജീവിതത്തിൽ ചേർത്ത് പിടിക്കേണ്ട ചില ബന്ധങ്ങളുണ്ട്. അവർ ചിലപ്പോൾ നമ്മളെ ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്ന ചില കാര്യങ്ങൾ അവർ ചെയ്യും. ഈ സന്ദർഭത്തിൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വളരെ അടുത്ത ബന്ധങ്ങളായതുകൊണ്ട് ഇത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വഷളാക്കുക എന്നുള്ളത് സ്വീകാര്യമായ ഒരു മാർഗമല്ല. ആ സമയത്ത് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കടലാസും പേനയും എടുത്ത് ഈ കാര്യങ്ങൾ ഒരു കത്തിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് എഴുതുക. പക്ഷേ ഈ കത്ത് അയക്കരുത് കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. എന്നിട്ട് അതങ്ങോട്ട് കീറിക്കളയുക. അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ, ഒരു ആശ്വാസമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരോട് പറയേണ്ട കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ കത്ത് അവർക്ക് അയക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഇക്കാര്യങ്ങൾ ഒരു മെസ്സേജായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ടെക്നിക്ക് വേറൊരു രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടീനേജിലൊക്കെ മാതാപിതാക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഒരു റിബല്ലായിരുന്നു എന്ന് പറയാം. വീട്ടിൽ പറയുന്ന പോലെ എല്ലാം ചെയ്ത് ഒരു നല്ല കുട്ടി ആവുക എന്നുള്ളത് എൻ്റെ അജണ്ടയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പല കാര്യങ്ങളും എതിർക്കും. എന്നാൽ ചില സമയത്തെങ്കിലും ഇതെല്ലാം അവരോട് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം മാതാപിതാക്കളല്ലേ. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്നോ, ആരതി എന്നുള്ളൊരു തൂലികാ നാമത്തിൽ എൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം എഴുതി പബ്ലിഷ് ചെയ്തിരുന്നു. ഈ പ്രൊട്ടസ്റ്റും എതിർപ്പുകളെല്ലാം കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെനിക്ക് ഒരുപാട് ആശ്വാസം തന്നിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞും ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില വിവേചനങ്ങളൊക്കെ ഇല്ലേ, അതിനോട് എനിക്ക് വല്ലാത്ത എതിർപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആർട്ടിക്കിൾസ് എഴുതി ആശ്വാസം തേടിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ടെക്നിക്ക് നമ്മുടെ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എഴുതുക, എന്താണ് നമ്മുടെ പ്രശ്നം, ആ പ്രശ്നം കൊണ്ടുള്ള നമ്മുടെ നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയും കൃത്യമായിട്ട് എഴുതണം. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇതിന് പകരം അതും എഴുതണം. എന്നിട്ട് ഇപ്പോഴുള്ള റിയാലിറ്റിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ എന്ത് ചെയ്യണം, അതിനുള്ള സ്റ്റെപ്സ് എഴുതണം. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൽ എത്ര എണ്ണം നമ്മുടെ കൺട്രോളിലുണ്ട്, എത്ര എണ്ണം നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമാണ്. പ്രശ്നങ്ങൾ വിശകലനം ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗമാണ് ഇത് ഇരുന്ന് ഫോക്കസ് ചെയ്ത് എഴുതുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ നമുക്ക് നല്ല സങ്കടം വരും അല്ലേ. സങ്കടം വരുമ്പോൾ നമുക്ക് കരയാൻ തോന്നും. കരയാം, ഒരു പ്രശ്നമില്ല. കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം തോന്നും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണല്ലേ ഇത് ആരോടെങ്കിലും ഒന്ന് പറയുക. പക്ഷെ ഇരുന്ന് ഇത് കേൾക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് സൗകര്യം ഉണ്ടായെന്ന് വരില്ല. സങ്കടങ്ങൾ എഴുതുന്നത്
വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ശരിക്കുള്ള ഫീലിങ്സ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുക മാത്രമല്ല, ചിലപ്പോൾ അതൊക്കെ നല്ല മികച്ച സാഹിത്യ സൃഷ്ടികളായിട്ട് മാറും. 4ാമത്തെ കാര്യം, നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലേ. ചിന്തകളെ ഒന്ന് ക്രമീകരിക്കുക, ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിന്തകൾ പലപ്പോഴും കാട് കയറിപ്പോകും. പക്ഷെ നമ്മൾ ഇരുന്ന് ബോധപൂർവം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ചിന്തകൾക്കൊരു നിയന്ത്രണം വരും. വെറുതെ ഇരുന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ കാട് കയറി പോകുന്ന പോലെ എഴുത്ത് കാട് കയറിയൊന്നും പോവില്ല. അവിടെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാൻ പറ്റും. 5ാമത്, ഈ കാര്യത്തിൽ നമ്മൾ കംഫർട്ട് സോൺ ഉപേക്ഷിക്കണം കേട്ടോ. ഇവിടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എന്താണെന്നോ, ടൈപ്പ് ചെയ്യും ചിലർ വിഷമങ്ങൾ. പക്ഷേ എഴുതുന്ന അത്ര ഒരു ഇഫക്റ്റീവ്നെസ് തീർച്ചയായിട്ടും കിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്: റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്മെറ്റിക്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ്. 3 hours എന്ന് അതിനെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പേന കൊണ്ട് തന്നെ എഴുതണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമ്മുടെ ഒരു ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടാവും. നമ്മൾ എത്ര ടെക്നോളജിക്കലി മുന്നോട്ട് പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെപ്പോഴും പ്രസക്തമാണ്. 6ാമത്തെ കാര്യം, ഈ എഴുത്തെന്ന് പറയുമ്പോൾ ഇതിലുപയോഗിക്കാവുന്ന വേറൊരു രീതിയുണ്ട്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് ഡയഗ്രം വരച്ച് റെപ്രസെൻ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അതുമാവാം. പടം വരച്ചൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷവും കൂടെ ഉണ്ടാവും അല്ലേ. ചില കാര്യങ്ങൾ ഡയഗ്രത്തിലൂടെ വളരെ ഇഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. നമ്മുടെ കാർട്ടൂണുകളൊക്കെ അങ്ങനെയല്ലേ. പണ്ട് ടോംസ് ഒക്കെ 2-3 വര വരച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പ്രസ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാകാം. ഇനി 7ാമത്തെ കാര്യം എന്താണെന്നോ, ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനേ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ചില പേടികൾ, ഫീലിങ്സ് ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുക, അത് നമുക്കത്ര കംഫർട്ടബിൾ അല്ലായിരിക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ ഇരുന്ന് അങ്ങോട്ട് എഴുതുക. വേറൊരാളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആശ്വാസം അതിലൂടെ നമുക്ക് നേടാനോ. അപ്പം വീഡിയോയുടെ അവസാനിക്കുകയാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്ക്, നമുക്ക് എല്ലാവർക്കും സെൽഫായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ചെയ്യാവുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്